ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ഞാനും ഇതിന്റെ ട്രെയിലർ വന്നത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അങ്ങനെ വല്ലതും കേട്ടില്ല. കാരണം ആരും ഇതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടില്ല. പക്ഷേ ഈ നമ്മൾ എക്സ്പെക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആകാംക്ഷയോടെ പോകുന്ന പല പടങ്ങളും ത്രികോണത്തിലാകാറുണ്ട്. പക്ഷേ ഇതേപോലെ ഒരു പ്രതീക്ഷയില്ലാണ്ട് പോകുന്ന ചില പടങ്ങളുണ്ട്. അത് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും തരുന്നത്. സോ അതുപോലെ എക്സ്പീരിയൻസ് കിട്ടിയ വൺ ഓഫ് ദ ഒരു മൂവിയാണ് സുഹൃത്തുക്കളെ ഇത്. സോ ഗൈസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് ഉന്മാദം മൂവി. നമ്മുടെ ചാക്കോച്ചൻ മെയിൻ ലീഡ് റോളിൽ വരുന്ന പടമാണ് ഉന്മാദം. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നമ്മൾ കണ്ട ചാക്കോച്ചൻ അത് വേറൊരു ടൈപ്പ്, ഇതിൽ കാണുന്ന ചാക്കോച്ചൻ വേറൊരു ടൈപ്പ്. അതിനകത്ത് കുറച്ചും കൂടെ ഒരു ബോൾഡ് അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ടുള്ളൊരു പോലീസ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു നോർമൽ സാധാ പാവം പിടിച്ചൊരു പോലീസ് ഓഫീസർ. പക്ഷേ പുള്ളിയുടെ ഒരു ചേഞ്ചസും കുറേ കാര്യങ്ങളൊക്കെ ഈ പഠനത്തിൽ വേറെ രീതി കാണിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ ജോണറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പടം പിന്നെ അതൊരു സൈക്കോളജിക്കൽ ത്രില്ലറിലേക്ക് മാറുന്നുണ്ട്. സംഭവം കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ കിടുക്കം പടം, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഒരു പടമാണ്. ഷാഹി കബീറിനെ പോലെ വേറെ ആർക്കും ഇത്രത്തോളം നല്ല കിടുക്കനായിട്ട് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പോലീസ് സ്റ്റോറി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ വേറെ ലെവൽ ഓഫ് റൈറ്റിംഗ് ആണ് ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ പടങ്ങളിലും. ഈ പടത്തിലും പുള്ളി അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കിടുക്ക റൈറ്റിങ്. പിന്നെ കിരൺ ദാസ്, പുള്ളിയുടെ ഫസ്റ്റ് ഫിലിമാണ്. പുള്ളി ആക്ച്വലി നല്ലൊരു എഡിറ്ററാണ്. സോ പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടോറിയലാണ് എന്ന് പറയത്തില്ല. ഈ പടം കണ്ടു കഴിഞ്ഞാൽ അതുപോലുള്ള കിടുക്കം മേക്കിംഗ് ആണ്. ചാക്കോച്ചനാണെങ്കിലും ലിജോ മോൾ ആണെങ്കിലും പെർഫോമൻസ് വൈസ് എൻ്റെ മോനെ കിടുക്ക. എന്താ പറയുക, ഇത് ആക്ച്വലി ഒരു ഫാമിലി സ്റ്റോറിയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞു പോകുന്ന ഒരു കിടുക്കനായിട്ടുള്ള ഒരു പടമാണ്. എന്താ പറയുക, പെർഫോമൻസിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ്, അതൊരു കിടുക്കൻ സാധനമാണ്. അത് അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉന്മാദം എന്നുള്ള ആ ഒരു പേര് എത്രത്തോളം ആപ്റ്റ് ആണ് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് ഒക്കെ അടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പടത്തിന് എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പം ഈ ഒരു പേരിട്ടത് എന്നുള്ളതൊക്കെ. എനിക്ക് പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ചൊക്കെ അങ്ങോട്ട് എന്താ പറയുക, ഇച്ചിരി ഒന്ന് ഡൗൺ ആയിപ്പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് പുൾ ഓഫ് ചെയ്ത്. എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഹാഫിന് എത്രത്തോളം എനിക്ക് ഒരു ഇത് കിട്ടിയില്ലയോ അതിന്റെ കുറച്ച് മണ്ടയ്ക്ക് നിൽക്കുന്ന ഒരു സെക്കൻഡ് ഹാഫാണ് എനിക്ക് കിട്ടിയത്. മെയിൻ ആയിട്ട് ചാക്കോച്ചന്റെ പെർഫോമൻസ്, അതൊരു രക്ഷയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്രൈം ത്രില്ലർ മൂവി ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ജോണറിലേക്കാണ് പടം കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നത്. സോ ഓവറോൾ നല്ലൊരു കിടുക്കൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള ഒരു പടമുണ്ട്. നിങ്ങളിത് കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഈ പറഞ്ഞ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ, അത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറിലേക്ക് കൺവേർട്ട് ആവുന്ന, അല്ലെങ്കിൽ അതിലേക്ക് മാറുന്ന ഒരു ടൈപ്പ് ഓഫ് പടമാണ്. നിങ്ങൾ കാണുക, കിടുക്കൻ എക്സ്പീരിയൻസ് ആണ്. പെർഫോമൻസ് ആണ്, ചാക്കോച്ചൻ്റെ കിടുക്കൻ പെർഫോമൻസ് ആണ്. പുള്ളി ഈ വന്ന് ഇപ്പം ഇറങ്ങുന്ന പടങ്ങളിലെല്ലാവേ പുള്ളിക്ക് എങ്ങനെ ഇങ്ങനെ ഒക്കെ ആകുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പടങ്ങളൊക്കെ പുള്ളിയുടെ ഒരു വേറെ ലെവൽ ഓഫ് പെർഫോമൻസ് പടങ്ങളാണ്. അപ്പൊ അതാണ് ഉന്മാദം എന്ന് പറഞ്ഞ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും പോയി കാണുക, അടിപൊളി പടം. അപ്പൊ അതേ ഉള്ളൂ.